പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന പച്ചമുളകും തൈരും മാത്രം ചേർത്ത് തേങ്ങ ചേർക്കാത്ത ഒരു പുളിശ്ശേരിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണിത്. ഇതുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കും, അത്ര ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക്. ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി പുളിയില്ലാത്ത 2 കപ്പ് കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് നന്നായി തരിയില്ലാതെ ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ 2 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ ജീരകം എന്നിവയിട്ട് പൊട്ടിക്കുക. മീഡിയം ഫ്ലെയിം ആക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമുളകിൻ്റെ കളർ മാറി വരുന്ന സമയം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞളിൻ്റെ പച്ചച്ചുവ മാറി വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. തൈര് ചൂടായാൽ മതി, തിളപ്പിക്കരുത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങ ചേർക്കാത്ത അധികം പുളിയില്ലാത്ത പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. തേങ്ങ അധികം ഉപയോഗിക്കാത്തവർ ഇങ്ങനെ ഒരു ടേസ്റ്റി പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാകും. ഏറെ ഗുണങ്ങളടങ്ങിയ പുളിശ്ശേരി 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ പുളിശ്ശേരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.